ശബരിനാഥനും കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് UDF എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശബരിനാഥൻ വരും. തിരുവനന്തപുരത്തിന്റെ നഗരസഭാ അധ്യക്ഷനായി നമുക്കൊപ്പം അർജുൻ കല്യാടുണ്ട്. ശബരിനാഥനൊപ്പം അർജുൻ കല്യാട്, ശബരിനാഥനും ഈ വോട്ടിന്റെ ഉത്രാടപ്പാച്ചിലാണ്. പരമാവധി സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ വോട്ടർമാരെ ഇന്ന് തന്നെ നേരിട്ട് കാണണം. അപ്പോൾ ശബരിനാഥന്റെ ആത്മവിശ്വാസത്തിന്റെ തോത് എങ്ങനെ ഉയർന്നു കഴിഞ്ഞോ? ഡോക്ടർ എന്തായാലും അവസാനഘട്ട ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഉത്രാടപ്പാച്ചിൽ സ്ഥാനാർത്ഥികളെല്ലാം ഓരോ വോട്ടും നിർണായകമാണ് എന്ന വിലയിരുത്തലാണുള്ളത്. നമ്മുടെ ശബരിനാഥൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസം ഇപ്പോൾ ഈ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ ഇരട്ടിയായെന്ന് തോന്നുന്നു. അതെ, നല്ല ആത്മവിശ്വാസമാണ്. കവടിയാർ വാർഡിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ മികച്ച വിജയം UDF ഉണ്ടാകുന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ഫ്ലാറ്റുകളും വീടുകളിലൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കൊട്ടിക്കലാശം, അല്പം ആളും ആരവൊക്കെ കുറച്ച് ഡോർ ടു ഡോർ പോയി ആളുകളെ കാണുക എന്നുള്ളതാണ്. അല്ല, ഞാൻ പണ്ടേ ബഹളത്തിന്റെ ആളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഗ്രൗണ്ടിലെ ആളാണ്. എന്തായാലും എല്ലാ ഒരു വട്ടം 1, 2, 3 വട്ടമൊക്കെ എല്ലാ വോട്ടർമാരെ കണ്ടു. നമ്മൾ വീടുകളിലൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കാണുകയാണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നമുക്ക് ഈ കൂടുതൽ സ്ലിപ്പ് കൊടുക്കാൻ പറ്റുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ ഫ്ലാറ്റുകളിലുള്ള സ്ലിപ്പുകൾ ബാക്കിയുള്ളത് ഇപ്പോൾ കൊടുക്കുകയാണ്. ഞാനുണ്ട്, പിന്നെ ഇവിടുത്തെ മുൻ കവടിയാർ കൗൺസിലർ ശ്രീ K മുരളീധരൻ ഉണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് എല്ലാ ഫ്ലാറ്റിലെ ബാക്കി കൊടുക്കാനുള്ള ഇങ്ങനെ ഓരോരോ സ്ലിപ്പുകൾ, അവർ വോട്ട് ചെയ്യേണ്ടത് വാർഡ് ഏതാണ്, അതുപോലെ തന്നെ അവരുടെ ക്രമ നമ്പർ കാര്യങ്ങളല്ല, അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളും വോട്ടും വേണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി. ഇവിടുത്തെ വോട്ടറായിട്ടുള്ള ഗവർണർ ഉൾപ്പെടെ ആളുകൾക്ക് നമ്മൾ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞു. എനിക്കൊന്ന് ഗവർണർക്ക് സ്ലിപ്പ് കൊടുത്ത ആൾ ഞാനാണ്. ഗവർണർ ഇപ്പം എനിക്ക് വോട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കേരള ഗവർണർ ഇവിടുത്തെ ലോക് ഭവൻ കവടിയാർ വാർഡിലാണ്. അപ്പോൾ ഇതേ സ്ലിപ്പ് ഗവർണർക്കും കൊടുത്തു. എനിക്ക് തോന്നുന്നു ഗവർണറും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൽ. കാരണം എനിക്ക് തോന്നുന്നു BJPയുടെ നേതാക്കളൊക്കെ വന്ന് കണ്ട് ഷോൾ ഇടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് സ്ലിപ്പ് കൊടുത്തത് എന്തായാലും ഞാനാണ്. അതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടി ആയിരുന്നല്ലോ. അപ്പം ഈ സ്ലിപ്പ് കണ്ടിട്ടൊക്കെ അദ്ദേഹം ചോദിച്ചു, വെരി ഗുഡ് സ്ലിപ്പ്, നിങ്ങളിങ്ങനെ സ്ലിപ്പിൻ്റെ കൂടെ ഇവിടെ ഫോട്ടോ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒത്തിരി നേരം സ്ലിപ്പ് നോക്കിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ലിപ്പ് കിട്ടുന്ന ആദ്യത്തെ അല്ല, പുള്ളി അപ്പോൾ ഗോവയിലൊന്നും ഇങ്ങനെ സ്ലിപ്പ് കാണത്തില്ല. അപ്പോൾ എന്നോട് സ്ലിപ്പിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ കാർഡൊക്കെ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഗവർണർ ആയിരുന്നുകൊണ്ട് 2 കാർഡ് അടിച്ചു കൊടുത്തായിരുന്നു. പക്ഷെ ഒരു ബുക്ക് പോലെ കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വിചാരിച്ചു എല്ലാവർക്കും ഇതുപോലെ കൊടുക്കുമായിരിക്കും. അവസാന നിമിഷങ്ങളിലെ കോൺഗ്രസിന് ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നു? ഇല്ല, ആ വിവാദങ്ങൾ ചില വിഷയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസ് എടുത്ത നിലപാടുകളൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജനങ്ങൾ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം, പിന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞൊരു 48 അര നൂറ്റാണ്ടായി മറ്റ് സംസ്ഥാന ജില്ലകൾ തലസ്ഥാനങ്ങളൊക്കെ കുതിച്ചപ്പോൾ തിരുവനന്തപുരം കിതയ്ക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണമാണ്. ആ കോർപ്പറേഷൻ ഭരണം മാറി വിഷനുള്ള, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലേക്കുള്ള തിരുവനന്തപുരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുന്നണി UDF ആണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വോട്ട് നമുക്ക് തന്നെ വരും. 30-35 സീറ്റൊക്കെ ഒറ്റയടിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ്? 51 സീറ്റിൽ കൂടുതൽ വിജയിച്ചുകൊണ്ട് UDF കോർപ്പറേഷൻ. ഇത്രയും ഉറച്ച കോൺഫിഡൻസ്? 51 സീറ്റിൽ കൂടുതൽ വിജയിച്ചുകൊണ്ട് UDF കോർപ്പറേഷൻ. പറയുന്ന എതിർ സ്ഥാനാർത്ഥികളായി കവടിയാറിൽ മത്സരിക്കുന്ന ഇപ്പോൾ മധുസൂദൻ നായരായാലും സുനിൽകുമാറൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാവരും നല്ല പാരമ്പര്യമുള്ളവരാണ്, നല്ല എതിർ സ്ഥാനാർത്ഥികളാണ്. അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാവും? തീർച്ചയായിട്ടും എല്ലാ പാർട്ടികൾക്കും എല്ലാ നല്ല സ്ഥാനാർത്ഥികളാണല്ലോ. മുന്നണികൾ തമ്മിലുള്ളതാണല്ലോ. രാഷ്ട്രീയം പറയുന്നു, വികസനം പറയുന്നു, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുന്നിൽ തന്നെയാണ്. വലിയ കോൺഫിഡൻസിലാണ് ശബരിനാഥൻ ഈ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സ്ലിപ്പുകളൊക്കെ ഫ്ളാറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള പ്രവർത്തനത്തിലുള്ളത്. ഓരോ ഫ്ളാറ്റുകളും കയറി ഇറങ്ങി തന്നെയാണ് ഇപ്പോൾ ശബരിനാഥൻ ഈ സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്നത്. വലിയ ആവേശം ശബരിനാഥന്റെ പക്കലില്ല. ശബരിനാഥ് വളരെ കൂളായി ഇങ്ങനെ ഒരു വോട്ട് ചോദിക്കുന്ന ആളാണ്. അപ്പോൾ ശബരിനാഥ് തലസ്ഥാന നഗരത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇക്കുറി ഇറങ്ങിയിരിക്കുന്നത്. UDF ശബരിനാഥന്റെ പിന്നിലാണ് തലസ്ഥാനം പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ എങ്ങനെയായിരുന്നില്ല, അമ്പയെ കോൺഗ്രസ് പിന്നാക്കം പോവുകയായിരുന്നു. ഇക്കുറി കോൺഗ്രസിന് തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിനാഥനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ പ്രഖ്യാപനവും ഈ ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും UDF ആണ്.